നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച കെ സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കേരള ഹൌസിൽ നിന്ന് NOC വാങ്ങി. സുധാകരൻ വഴങ്ങാത്ത സാഹചര്യത്തിൽ ഇളവ് നൽകാനും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. കോന്നി സീറ്റിനു വേണ്ടി അടൂർ പ്രകാശും സമ്മർദ്ദം തുടരുകയാണ്. MP-മാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അവശേഷിക്കുന്ന മുഴുവൻ സീറ്റുകളിലും പ്രഖ്യാപനം ഇന്നുണ്ടായേക്കില്ല. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് D ധനസുമോദ് കൂടി ചേർന്നുണ്ട്. സുമോദ്, കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും ഒരു ഏകീകരണ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താൻ കോൺഗ്രസിന് UDF-ന് സാധിച്ചിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനിയും ഒരു സ്ഥാനാർത്ഥി പട്ടിക വൈകിയാൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തിരിച്ചടിയാകുമെന്ന്. കാരണം തെരഞ്ഞെടുപ്പ് നേരത്തെ എത്തി, ഇനി പ്രചാരണത്തിന് ദിവസങ്ങളില്ല എന്നുള്ള വിലയിരുത്തലൊക്കെ വരുമ്പോഴാണ് സ്ഥാനാർത്ഥി നിർണയം ഇനിയും വൈകുന്നത്. നേരത്തെ തന്നെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനമൊക്കെ പൂർത്തിയായതാണ്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ഒരു അന്തിമ പട്ടികയിലേക്ക് ഇനിയും എത്താത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ് AICC ആസ്ഥാനത്താണ്. ഈ AICC ആസ്ഥാനം ഇന്ദിരാഭവനിലാണ് ഇപ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള യോഗമാണ് നടക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ്. ഈ തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 3 യോഗങ്ങളാണ് നടക്കുന്നത്. ആദ്യ യോഗത്തിലായിരുന്നു ഈ പ്രധാനപ്പെട്ട സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ പേര് ക്ലിയർ ചെയ്തത്. രണ്ടാമത്തെ യോഗത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അധികമായി കുറച്ച് സീറ്റുകൾ കൂടി വന്നിരുന്നു. പക്ഷേ അപ്പോൾ പോലും എൽദോസ് കുന്നപ്പള്ളിയുടെ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ ഒരു 55 സീറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. പക്ഷേ ഇനിയും 95 സീറ്റിലാണ് മത്സരിക്കുന്നത്. ബാക്കി സീറ്റുകൾ പുറത്തിറക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ബഹുഭൂരിപക്ഷ സീറ്റുകളിലും ഒറ്റപ്പേരിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സീറ്റുകൾ അത് ഒരു പാനലായിട്ടാണ് 1, 2, 3 പേര് ഉൾപ്പെടുന്ന ഒരു പാനലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും പൂർണ്ണമായി ഒരു ധാരണയിലെത്താത്ത ചില സീറ്റുകളുണ്ട്. ഉദാഹരണത്തിന് ഒറ്റപ്പാലത്ത് അവിടെ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഇനിയും തീരുമാനമെടുക്കാനുണ്ട്. ഇതുകൂടാതെ കായംകുളത്ത് ഇപ്പോൾ സീറ്റിൽ ആരാണ് മത്സരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ ഇനിയും തീരുമാനമെടുക്കാനുണ്ട്. കോന്നിയിൽ DCC അധ്യക്ഷനെ ഏകദേശം പറഞ്ഞ് ഉറപ്പിച്ച ഒരു മട്ട് തന്നെയാണ് ഉള്ളത്. ആ സീറ്റിൽ തന്നെയാണ് അടൂർ പ്രകാശ് അദ്ദേഹം ആവശ്യമുന്നയിക്കുന്നത്. ഇതുകൂടാതെ കണ്ണൂർ സീറ്റ് പൂർണ്ണമായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവിടെ കെയർ ഓഫ് കെ സുധാകരൻ എന്ന് മാത്രമാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് സുധാകരൻ ആര് പറഞ്ഞാലും ആരുടെ പേര് പറഞ്ഞാലും അവിടെ കൊടുക്കാം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ്. അത് അമൃത രാമകൃഷ്ണൻ ആയാലും റിജിൽ മാക്കുറ്റി ആയാലും മുൻ നഗരസഭാ അധ്യക്ഷൻ മോഹൻ ആയാലും ആർക്കായാലും കൊടുക്കാം എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചാണ് നിൽക്കുന്നത്. അദ്ദേഹം സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ NOC കേരള ഹൗസിൽ നിന്നും ഡൽഹി കേരള ഹൗസിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് സുധാകരന് വേണ്ടി മാത്രമായിട്ട് ഒരു ഇളവ് നൽകണോ എന്നുള്ളൊരു കാര്യത്തിലാണ് ആലോചന ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആലോചന അത്തരത്തിൽ ഇളവ് നൽകണമെങ്കിലും ഇതിന് കടമ്പകൾ ഏറെയാണ്. കാര്യം ആദ്യ നേതൃയോഗം ചേർന്നിട്ട് വേണം ഇത് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ. കേരളത്തിലെ നേതൃയോഗം ചേർന്നതിന് ശേഷം അവർ ഒരു കാരണവശാലും MP-മാരെ മത്സരിക്കാൻ അനുവദിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിനുശേഷം വിഷ്ണുനാഥ്, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാർ ഡൽഹി വിട്ടു പോവുകയും ചെയ്തു. ഇന്ന് പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരായിട്ടുള്ള VD സതീശനും സണ്ണി ജോസഫും അവരും ഇന്ന് ഡൽഹി വിടാൻ തയ്യാറെടുത്ത് തന്നെയാണ്. സണ്ണി ജോസഫ് ആണെങ്കിൽ ഈ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം നേരെ യോഗം കഴിഞ്ഞ് വിമാനത്താവളത്തിലേക്ക് പോകാനായിട്ട് ബാഗടക്കം കയറ്റിക്കൊണ്ടാണ് ഈ വാഹനത്തിലേക്ക് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഒരു ഓൺലൈൻ മുഖേനയുള്ള ഒരു ചർച്ച മാത്രമായിരിക്കും ഇനി ഉണ്ടാകുന്നത്. ഈ കേവലം ഒരു 6 or 7 സീറ്റുകളിലായിരിക്കും ഇനി ഈ അന്തിമമായി തർക്കമുണ്ടാകുക. അത് കണ്ണൂർ ഒഴികെയുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് ഈ 6-7 സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് ബാക്കിയുള്ള സീറ്റുകൾ ഇന്ന് ഈ കാണുന്ന ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കാം എന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത്. സുമോദെ, കെ സുധാകരനെ മാറ്റി നിർത്തിയാലും ഉണ്ടല്ലോ കുറെ അധികം പ്രശ്നങ്ങൾ. നോക്കൂ, അവിടെ മാരത്തോൺ ചർച്ചകൾ നടക്കുമ്പോഴും കേരളത്തിൽ ഇവിടെ പോസ്റ്റർ അടിച്ച് പ്രചാരണം ആരംഭിച്ചു. ദീപ്തി മേരി വർഗീസിന് വേണ്ടി കൊച്ചിയിൽ സ്ഥാനാർത്ഥി പ്രചാരണം ആരംഭിച്ചു. അപ്പോഴും മുഹമ്മദ് ഷിയാസ് അവിടെ വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. സന്ദീപ് വാര്യരെ തൃക്കരിപ്പൂരിൽ പരിഗണിക്കുന്നുണ്ട്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ പരിഗണിക്കുമ്പോഴും കാസർഗോഡ് DCC സെക്രട്ടറി തന്നെയാണ് സന്ദീപ് വാര്യർക്കെതിരെ രംഗത്ത് വരുന്നത്. വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ അവിടെ പ്രശ്നങ്ങളാണ്. നേമത്തേക്ക് വന്നാൽ ശബരിനാഥ് വരുമോ,
വൈഷ്ണവ് സുരേഷ് വരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഈ സാമുദായിക പരിഗണനകളൊക്കെ നൽകിക്കൊണ്ട് ശിവഗിരി മഠത്തിൽ നിന്ന് കിട്ടിയ ലെറ്റർ ആയാലും കനകുലുവിന്റെ കാര്യങ്ങളായാലും കനകുലു വെച്ച മാനദണ്ഡങ്ങളായാലും ഈ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ച് എല്ലാവരും സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അന്തിമ പട്ടികയിലേക്ക് എത്താൻ സാധിക്കുമെന്നാണോ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്? ഏറെക്കുറെ എല്ലാ സീറ്റുകളിലും ഒരു സംതൃപ്തമായ ഒരു പട്ടിക തന്നെയായിരിക്കും പുറത്തു വരാൻ സാധ്യതയുള്ളത്. പക്ഷേ എങ്കിൽ പോലും ഒരു കോൺഗ്രസ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു 5 or 6 സീറ്റുകളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ തന്നെ ചിറയൻകീഴിൽ രമ്യ ഹരിദാസിനെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ മത്സരിക്കാൻ തയ്യാറായിരുന്ന അനൂപ് BS പാർട്ടി വിട്ടു പോകും എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു ഭീഷണി തന്നെയാണ് മുഴക്കിയിരിക്കുന്നത്. ഈവൻ ഈ മറ്റ് തിരുവനന്തപുരം ജില്ലയായിരുന്നു വലിയ ഒരു തലവേദനയായി സമിതിക്ക് മുന്നിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ 2:45 വരെ തീർന്ന ചർച്ചയിലൂടെ അത് ഏകദേശം ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്. അരുവിക്കരയിൽ ശിവകുമാറിന് സീറ്റ് കൊടുക്കാം എന്നുള്ള ധാരണയുണ്ട്. പാറശാലയിൽ മത്സരിക്കാനായിട്ട് നെയ്യാറ്റിൻകര സരലിനോട് പറഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിലാണെങ്കിൽ മുൻ സ്പീക്കർ ശക്തനാട് അവരോട് അവിടെ പറയാൻ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അത് മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. MR ബൈജുവിനോട് കാട്ടാക്കടയിൽ മത്സരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഈ പ്രശ്നം നേരിടാൻ പോകുന്നത് നിയമം തുടങ്ങിയ സ്ഥലത്താണ്. കാര്യം നിയമത്ത് ഇതുവരെ മത്സരിക്കാനായിട്ട് ശബരിനാഥ് തയ്യാറായിട്ടില്ല. പക്ഷേ ശബരിനാഥ് ഉടൻ തന്നെ ഇതിൽ തയ്യാറാകും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. വൈഷ്ണവ് സുരേഷിനെയും കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറിയായ RG രാജേഷ് അങ്ങനെ പല പേരുകളിൽ വന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ ശബരിനാഥൻ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ്. കാര്യം ശബരിനാഥൻ മത്സരിച്ചില്ലെങ്കിൽ അതൊരു BJPക്ക് ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഒരു താരതമ്യേന ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ വിട്ടുകൊടുക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കേൾക്കാൻ സാധ്യതയുള്ളതിനാലാണ് ശബരിനാഥനെ പോലെ ഒരു ശക്തനായ ഒരു നേതാവിനെ നിയമത്തിറക്കാൻ താല്പര്യപ്പെടുന്നത്. ആ തരത്തിലുള്ള ഈ 7-8 മണ്ഡലങ്ങളിലെ ഒരു തർക്കം മാറ്റി നിർത്തിയാൽ ബാക്കി തർക്കങ്ങളെല്ലാം പരിഹരിച്ചിട്ടുള്ള ഒരു പട്ടിക തന്നെയായിരിക്കും ഇന്ന് പുറത്തു വരിക. ഈ തൃക്കരിപ്പൂരിന്റെ കാര്യത്തിലാണെങ്കിൽ തൃക്കരിപ്പൂർ കോൺഗ്രസിലേക്ക് ലഭിച്ചത് മാത്രമാണ് ഉള്ളത്. കാര്യം അതിനു മുമ്പ് തൃക്കരിപ്പൂർ ആരുടെ മറ്റു ഘടകകക്ഷിയുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് ആ സീറ്റിലേക്ക് കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ ഒരു ചർച്ച ചെയ്തിരുന്നില്ല. ഇനിയാണ് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. പക്ഷേ എങ്കിൽ പോലും തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ളവ മണ്ഡലങ്ങൾ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ആ മണ്ഡലങ്ങളിലെ പേരുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇന്നൊരു 6:30-6:45 എത്തും. അതായത് ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്.